പത്തനംതിട്ട കോന്നിയിൽ 45-കാരനെ 27-കാരൻ ചവിട്ടിക്കൊന്നു. ബന്ധുക്കൾ തമ്മിലുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. അംബേദ്കർ ഉന്നതിയിൽ അനിലാണ് മരിച്ചത്. സഹോദരന്റെ മകൻ സുധീഷ് കസ്റ്റഡിയിലാണ്. ശശിനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശശിനാരായണൻ, ഈ ഇരു കുടുംബങ്ങളും തമ്മിൽ ഇങ്ങനെ ഒരു വ്യക്തിവിരോധം അല്ലെങ്കിൽ ഒരു കുടുംബ തർക്കം നിലനിന്നിരുന്നോ? ഇതെന്താണ് പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിലേക്ക് നയിച്ചത്? ഈ കൊലപാതകത്തിൽ സുധീഷ് മാത്രമാണോ പ്രതിയായിട്ടുള്ളത്? ടോം, തീർച്ചയായിട്ടും ഒരു തർക്കം ഈ വീട്ടിലുണ്ടായിരുന്നു. കാരണം ഈ അനിലിനെ കൊലപ്പെടുത്തിയ പ്രതിയായ സുധീഷ് ഈ അനിലിന്റെ സഹോദരന്റെ മകനാണ്. ഏതായാലും ഇന്നലെ രാത്രിയിലാണ് ഇത്ര ഒരു സംഭവം ഉണ്ട്. 9 മണിയോട് കൂടിയാണ് ഇത്ര ഒരു സംഭവം അറിയുന്നത്. ഈ അനില് ഈ അതിരിങ്കലിലെ ഈ അംബേദ്കർ ഉന്നതിയിലെ വീട്ടിൽ എത്തിയ സമയത്താണ് വീട്ടിലെത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇവരുടെ കുടുംബ വീടാണ്. ആ കുടുംബ വീട്ടിലെത്തുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമാണ് ഈ കൊലപാതകത്തിലെത്തിച്ച്. അനിലിന്റെ ജ്യേഷ്ഠൻ താമസിക്കുന്നത് ഈ കുളത്തുമൺ അംബേദ്കർ ഉന്നതിയിലാണ്. അനിൽ കോന്നി ചെങ്ങറ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഈ ജോലി സംബന്ധമായുള്ള കാര്യങ്ങൾക്കാണ് അനിൽ പ്രധാനമായും ഈ അംബേദ്കർ ഉന്നതിയിലെത്തുന്നത്. അവിടെ ജോലി കഴിഞ്ഞ ശേഷം കുടുംബ വീട് ഒഴിഞ്ഞു കിടക്കുന്ന വീടാണ്. ആ വീട്ടിലാണ് അനിൽ രാത്രിയിലൊക്കെ അവിടെ കിടന്ന് അവിടെയാണ് തങ്ങാറുള്ളത്. എന്തായാലും ഇന്നലെ അവിടെ ചെന്ന സമയത്ത് ഈ സുധീഷ് മറ്റൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ്. ജ്യേഷ്ഠന്റെ മകനാണ്. സുധീഷ് ഇന്നലെ വരികയും അനിലുമായി തർക്കമുണ്ടാവുകയും പിന്നീട് അത് മർദ്ദനത്തിൽ കലാശിക്കുകയും പിന്നീട് ഈ മർദ്ദനത്തിൽ അനിൽ കൊല്ലപ്പെടുകയും ഉണ്ടായി. എന്തായാലും ഈ നിലവിൽ ഈ വീട്ടിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഈ പ്രതിയായ സുധീഷിന് വലിയ വിയോജിപ്പ്, അനിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിയോജിപ്പ് ഉണ്ടായിരുന്നു. ജ്യേഷ്ഠന്റെ വീടാണെങ്കിൽ കൂടി അവരുടെ കുടുംബ വീടാണെങ്കിൽ കൂടി അനിൽ അവിടെ എത്തുന്നത് വലിയൊരു തർക്കത്തിന് കഴിഞ്ഞ കുറെ നാളുകളായി ഉണ്ടായിരുന്നു. അത് പലപ്പോഴും സംഘർഷത്തിലും കലാശിച്ചു. എന്തായാലും ഇന്നലെ ഈ അനിൽ എത്തിയ വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ സുധീഷ് അവിടെ എത്തുകയും പിന്നീട് ചോദ്യം ചെയ്യുകയും അത് വാക്കേറ്റത്തിൽ കലാശിക്കുകയും പിന്നീട് തർക്കമാവുകയും പിന്നീട് ആ മർദ്ദനത്തിലാണ് അനിൽ കൊല്ലപ്പെട്ടത്. നിലവിൽ അനിലിന്റെ ജ്യേഷ്ഠ സഹോദരനായ സുനില് തമിഴ്നാട്ടിലാണുള്ളത്. ഈ പ്രതിയായ സുധീഷും മറ്റൊരു വീട്ടിലാണ്. ഈ വീട് പൂർണ്ണമായും ഒഴിഞ്ഞ നിലയിലാണുള്ളത്. കുടുംബ വീടായതുകൊണ്ട് തന്നെ ഈ ചെങ്ങറയിൽ നിന്നും ഇവിടെ ജോലിക്ക് എത്തുന്ന സമയത്ത് മാത്രമാണ് അനിൽ ഈ വീട്ടിൽ തങ്ങാറുള്ളത്. അത് ഇഷ്ടപ്പെടാതെ വന്നതിന്റെ ഭാഗമായിട്ടുള്ള കൊലപാതകം എന്നാണ് അനിൽ പോലീസിൽ മൊഴി നൽകിയിട്ടുള്ളത്. പോലീസിന്റെ ചോദ്യം ചെയ്യലും അതിലാണ് ഈ സുധീഷ് മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ സുധീഷ് നിരവധി ക്രിമിനൽ കേസ് പ്രതിയാണ്. പോക്സോ അടക്കമുള്ള കേസുകളിലെ പ്രതിയാണ്. അത്തരം കേസുകളിൽ കൂടി പോലീസ് അന്വേഷണം ഇപ്പോൾ നടത്തുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് സുധീഷ് മാത്രമാണോ മറ്റാരെങ്കിലും ഈ കൊലപാതകത്തിലുണ്ടോ എന്ന കാര്യം കൂടി പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. തോമസ്, ശശിനാരായണൻ, എന്തായാലും ഈ കൊലപാതകത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. കൂടുതൽ പേർക്ക് ഈ കേസിൽ പങ്കുണ്ടെന്ന് സംശയിക്കണോ? പ്രത്യേകിച്ച് ഒരു വീട്ടിൽ വെച്ചാണല്ലോ കൊലപാതകം നടന്നത്. ഈ സമയത്ത് മറ്റാരും, ഈ സുധീഷും അനിലുമല്ലാതെ മറ്റാരും വീട്ടിൽ ഉണ്ടായിരുന്നില്ലേ? ടോം, ഇന്നലെ അത്തരത്തിലില്ല. കാരണം ഇന്നലെ ഇവരെല്ലാം ബന്ധുക്കളാണ്. ജ്യേഷ്ഠന്റെ മകനാണ് പ്രതിയായ സുധീഷ്. സ്ഥിരമായി ഈ വീട് ഒഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു വീടാണ്. അത് കുടുംബ വീടാണെങ്കിൽ പോലും അവിടെ ആൾതാമസമില്ലാത്തൊരു വീടാണ്. ഈ അനിലിന്റെ ജ്യേഷ്ഠനടക്കം മറ്റ് തമിഴ്നാട്ടിലാണ് താമസം. അങ്ങനെ അവിടെ ജോലിക്ക് വരുന്ന സമയത്ത്, അതായത് ചെങ്ങറയിൽ നിന്നും അനില് അവിടെ ജോലിക്ക് വരുന്ന സമയത്ത് മാത്രം തങ്ങാൻ ഉപയോഗിക്കുന്ന ഒരു വീടാണ്. അവിടെ എത്തുന്നത് അനിൽ അവിടെ താമസിക്കാൻ എത്തുന്നത് ഈ ജ്യേഷ്ഠന്റെ മകനായ പ്രതിയായ സുധീഷിന് ഇഷ്ടമില്ല. അത് പലതവണ ഇവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടായിട്ടുണ്ട്. അത് ഇന്നലെ പൂർണ്ണമായും സുധീഷ് മാത്രമാണ് ഉണ്ടായിരുന്നത്. സുധീഷിന്റെ മൊഴി അങ്ങനെയാണ്. ഈ അനിൽ അവിടെ എത്തിയതിനു ശേഷം ഇത് ചോദ്യം ചെയ്തു, എന്തിനാണ് നിങ്ങൾ ഇവിടെ വരുന്നത് എന്ന കാര്യം ചോദ്യം ചെയ്തു. അത് പിന്നീട് വാക്കേറ്റത്തെ കലാശിക്കാൻ വേണ്ടി കയ്യാങ്കളിയിൽ എത്തുകയും ചെയ്തു. ആ കയ്യാങ്കളിയിലാണ്, ഈ മർദ്ദനത്തിലാണ് ഈ അനില് എന്തായാലും കൊല്ലപ്പെടുന്നത്. തന്നോടൊപ്പം ആരുമില്ലെന്നാണ് ഇതുവരെ ഈ സുധീഷ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. അതേസമയം സുധീഷ് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തിയാണ്. പോക്സോ കേസടക്കമുള്ള കാര്യങ്ങളിലുള്ള വ്യക്തിയാണ്. മറ്റ് പല കേസുകളും ഇയാളുടെ പേരിൽ ഉണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ ചോദ്യം ചെയ്യൽ വ്യക്തമാക്കിയത്. അത്തരത്തിൽ വേറെ ആരെങ്കിലും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആ തരത്തിൽ കൂടി ഒരു പരിശോധനയും അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇയാൾ പറഞ്ഞിരിക്കുന്ന മൊഴി പ്രകാരം സുധീഷ് ഒറ്റയ്ക്കായിരുന്നു ഈ സംഭവ സമയത്ത് ആ സ്ഥലത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും പോലീസ് വിശദമായി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതിന് ശേഷമായിരിക്കും വേറെ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നുണ്ടോ ഈ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നോ ഉള്ള കാര്യം കൂടി വ്യക്തമാക്കാൻ കഴിയുള്ളൂ. ടോം, എന്തായാലും പോലീസ് വിശദമായി അന്വേഷണം നടത്തുന്നുണ്ട്. ശശിനാരായണൻ, നമുക്കറിയാം ശശിനാരായണൻ,
ഇത്തരം വാക്ക് തർക്കങ്ങൾ കൊല്ലത്ത് ഇന്ന് 2 കൊലപാതകങ്ങളാണ് ഉണ്ടായത്. ഇപ്പോൾ അല്പസമയം മുമ്പ് കൊച്ചിയിലും ഒരു കൊലപാതകം നടന്നു എന്ന രീതിയിലുള്ള ഒരു വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതായത് സംസ്ഥാനത്ത് ഈ ഒരൊറ്റ ദിവസം മാത്രം 3 കൊലപാതകങ്ങൾ നടക്കുന്നു. നമുക്കറിയാം പലപ്പോഴും അതിൻ്റെ കാരണം പരിശോധിച്ചു കഴിഞ്ഞാൽ മദ്യവും ലഹരിയുമൊക്കെയാണ് പ്രധാന വില്ലനാകുന്നത്, അതല്ലെങ്കിൽ കുടുംബത്തർക്കം. പക്ഷേ ഈ കുടുംബത്തർക്കമാണെങ്കിൽ പോലും അവിടെ മദ്യവും ലഹരിയും ഒക്കെ ഒരു പ്രശ്നമാകുന്നുണ്ട്. മദ്യപിച്ചു കഴിഞ്ഞാൽ പഴയ പ്രതികാരം അല്ലെങ്കിൽ ഒരു പകയൊക്കെ മനസ്സിൽ കടന്നു വരുന്നു. പിന്നീട് കൊലപാതകത്തിൽ കലാശിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. ഈ പ്രതിയും സുധീഷും ഒരു ലഹരിക്കടിമയാണോ അതോ മദ്യലഹരിയിലാണോ അല്ലെങ്കിൽ കഞ്ചാവ് ലഹരിയിലാണോ ഈ രീതിയിലുള്ള ഒരു അക്രമം നടത്തിയത്? അതുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തെങ്കിലും വ്യക്തത വരുത്തുന്നുണ്ടോ? ടോം, തീർച്ചയായിട്ടും ഇയാൾ മദ്യപിച്ചു എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്നത്. കാരണം മദ്യപാന സ്വഭാവമുള്ള വ്യക്തി തന്നെയാണ്, ലഹരിക്ക് അടിമപ്പെട്ട ആൾ തന്നെയാണ്. എന്തായാലും ബന്ധുക്കളാണ്, നമുക്കറിയാം ചിറ്റപ്പനാണ് അദ്ദേഹത്തിന്റെ സഹോദരന്റെ, ഈ സുധീഷിന്റെ അച്ഛന്റെ സഹോദരനാണ് ചവിട്ടിക്കൊള്ളുന്നത്. എന്തായാലും കുടുംബ ബന്ധം, അടുത്ത ബന്ധമുള്ള രക്തബന്ധമുള്ള ആളുകളാണ്. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് അവിടെ എത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യം ചെയ്യലുകൾ മാത്രം നടത്തിക്കൊണ്ട് ആ സമയത്താണ് പ്രകോപനമുണ്ടായി ഇത്തരത്തിൽ ചവിട്ടി കൊലപ്പെടുത്തുന്നത്. അത് നമുക്കറിയാം, സ്വാഭാവികമായും മദ്യലഹരിയിൽ ഉണ്ടാകുന്ന പ്രകോപനമാണ്. ലഹരിക്ക് അടിമപ്പെട്ട ആളാണ്, അത്തരം കാര്യങ്ങൾ നേരത്തെയും ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്നുള്ള കാര്യം കൂടി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ പലതവണ ഈ വീട്ടിലെത്തുമ്പോഴൊക്കെ അനിലുമായി ഈ സുധീഷ് പലതവണയും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനിലാണെങ്കിൽ ആ പ്രദേശത്തെ ശാന്ത സ്വഭാവക്കാരനായ ഒരാളാണ്, സാധുവായ ഒരു മനുഷ്യനാണ്. സമീപവാസികൾ പറയുന്നത് മറ്റ് ഒരു ദുർശീലവുമില്ലാത്ത സാധു മനുഷ്യനായ ഒരു വ്യക്തിയാണ് അനിൽ. അവിടെ ജോലിക്ക് വരുമ്പോൾ കുടുംബ വീട് നിലയ്ക്ക് ചെങ്ങല എന്ന് പറഞ്ഞാൽ കോന്നി ചെങ്ങലയിലാണ് അനിലിന്റെ വീട്. അവിടെ പിന്നെ കിലോമീറ്റർ ദൂരമാണ് ഈ അതിരിങ്കൽ കുളത്തുമണ്ണ ഈ അംബേദ്കർ ഉന്നതി എന്ന് പറയുന്നത്. അവിടെ കുടുംബ വീട്ടിൽ വരുമ്പോൾ അവിടെ താമസിക്കാൻ വേണ്ടി മാത്രം തിരഞ്ഞെടുക്കുന്ന വീടാണ് കുടുംബ വീട്ടിൽ വരുന്നത്. ആ എത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ പലതവണ ഇവിടെ അനിൽ താമസിക്കുന്ന ബന്ധപ്പെട്ട് സുധീഷ് തർക്കമുണ്ടാവുകയും ചോദ്യം ചെയ്യുകയും അത് പിന്നീട് വലിയ രീതിയിൽ വഴക്കിൽ കലാശിക്കുകയും തമ്മിലടിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവം നേരത്തെയുമുണ്ട്. ഇന്നലെയും സാധാരണ രീതിയിൽ കൂടലിലാണ് സുധീഷ് വാടകയ്ക്ക് താമസിക്കുന്നത്. ഇന്നലെ അനിൽ അവിടെ എത്തിയ സമയത്ത് ഈ വിവരം അറിഞ്ഞുകൊണ്ട് കൂടലിൽ നിന്നാണ് സുധീഷ് എത്തിയത്. പിന്നീട് ചോദ്യം ചെയ്യലുണ്ടായി, പിന്നീട് വാക്കേറ്റമുണ്ടായി, പിന്നീട് മർദ്ദനത്തിൽ കലാശിച്ചു. അടിവയറ്റിൽ ചവിട്ടിയാണ് ഈ അനിലിനെ കൊലപ്പെടുന്നത്. എന്തായാലും കുടുംബ ബന്ധങ്ങളുടെ സഹോദരനാണ്, കൊച്ചത്തിൽ അച്ഛന്റെ സ്ഥാനത്തുള്ള ആളാണ്. ഇതൊന്നും വകവയ്ക്കാതെയാണ് ഇത്ര ഒരു കൊലപാതകം നടത്തിയെന്നുള്ള കാര്യം ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം തന്നെയാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ ക്ഷമിക്കാൻ കഴിയുന്ന ചില ചെറിയ കുറ്റങ്ങൾ മാത്രമാണെങ്കിൽ പോലും അതിൽ കൊലപാതകത്തിൽ കലാശിക്കുന്നു എന്നുള്ളതാണ് ഏറെ സങ്കടപ്പെടുന്ന കാര്യം. ടോം, വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട കോന്നിയിലാണ് മദ്യലഹരിയിലെ കുടുംബ തർക്കത്തെ തുടർന്ന് പിതൃ സഹോദരനെ യുവാവ് ക്രൂരമായി ചവിട്ടി കൊലപ്പെടുത്തിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.